പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. 4 ആയത്തുകളിലടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസിലേക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഏകദൈവ വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. ഈ സൂറത്തിനേക്കുള്ള പേരാണ് ഇഖ്ലാസ് എന്നുള്ളത്. ഇതല്ലാത്ത അൽ-അസാസ്, മഅരിഫ, തൗഹീദ് എന്നിങ്ങനെയുള്ള പേരുകളും ഈ സൂറത്തിനേക്കുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസിൽ പറയുന്നതായി കാണാം, സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു, ദിവസവും എല്ലാ രാത്രികളിലും നിങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിന്റെ 1/3 ഭാഗം ഓതി തീർക്കാൻ കഴിയുകയില്ലേ എന്ന് ചോദിച്ചപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, അതെങ്ങനെയാണ് നബിയെ ഞങ്ങൾ ഓതി തീർക്കുക? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സൂറത്തുൽ ഇഖ്ലാസ് അത് പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിന്റെ 1/3 സമമാണ്. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയതിനൊക്കെ സമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയുണ്ടായിരുന്നു. പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിലെ ചരിത്രങ്ങളും അതുപോലെ തന്നെ വിധിവിലക്കുകളും വിശ്വാസപരമായ കാര്യങ്ങൾ, ഈ 3 വിഷയങ്ങൾ ആണ് വളരെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വിശ്വാസപരമായ കാര്യങ്ങളാണ് അതിൻ്റെ വിഷയങ്ങളെല്ലാം ഉൾപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. ഓരോ ആയത്തുകളും സൂറത്തുകളും ഇറങ്ങണമെങ്കിൽ ചില പ്രത്യേകമായ കാരണങ്ങളുണ്ടാകും. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങാനുള്ളതായ കാരണം എന്താണ്? ഒരിക്കൽ ഖുറൈശികളിൽപ്പെട്ട ആമിർ ബിൻ തുഫീൽ എന്ന വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കുള്ള ആരാധന ബിംബങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. കാരണം ഒന്നും മിണ്ടാൻ കഴിയില്ലാത്ത, അതേപോലെ തന്നെ കേൾവിശക്തിയില്ലാത്ത, ഉപകാരം ചെയ്യാനോ ഉപദ്രവിക്കാനോ കഴിവില്ലാത്തതായ ബിംബങ്ങൾക്ക് ആരാധിക്കുന്നതായ ജനസമൂഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോഴാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത്, അല്ലയോ നബിയെ മുഹമ്മദ്, നിങ്ങളുടെ ആരാധ്യ വസ്തുവിനിക്കുള്ള പേരൊന്ന് പറഞ്ഞു തരുമോ? അത് പൊന്നിനാലുണ്ടായതാണോ, അല്ലെങ്കിൽ വെള്ളിയിനാലുണ്ടായതാണോ, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് നിർമ്മിച്ചത്, എവിടെയാണുള്ളത് എന്നൊന്ന് വ്യക്തമാക്കി തരുമോ? അവരുടെ തറവാടിനെ കുറിച്ചിട്ടെല്ലാം ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ ഇഖ്ലാസുമായി ഇറങ്ങിയത്. ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയണം, ഹുവ അവൻ. അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചിട്ടാണ് ഇവിടെ
പ്രതിപാദിക്കുന്നത്. ഹുവ അവനാകുന്നത് അല്ലാഹു അഹദുൻ ഒരുവനാണ്. അപ്പം മുശ്രിക്കീങ്ങളായ ജനങ്ങളെ നേരത്തെ ചോദിച്ചു, നിങ്ങളുടെ ആരാധിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞു തരണമെന്ന്. അതിനൊക്കെ മറുപടിയായി കൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്, ഹുവ അല്ലാഹു ആകുന്നത് അഹദൻ ഒരുവനാണ്, ഒരേ ആളാണ് അല്ലാഹു ഉള്ളത്. രണ്ടാമത്തെ ആയത്തിൽ കാണാം അല്ലാഹു സ്വമദ്, അല്ലാഹു ആകുന്നത് സ്വമദ് നിരാശ്രയനാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനിക്ക് ജീവിക്കണമെങ്കിൽ വേറെ ഒരാളുടെ ആശ്രയം ആവശ്യമില്ല, വേറെ ഒരാളുടെ സഹായം ഹെൽപ്പ് ആവശ്യമില്ല. മറിച്ച് അല്ലാഹുവിനെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമാണ്. ആ രീതിയിലാണ് അല്ലാഹു തആലയുടെ ജീവിതമുള്ളത്. ലം യലിദ് വലം യൂലദ്, അല്ലാഹു തആല സ്വന്തമായി പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? അല്ലാഹുവിനിക്ക് ഉമ്മ ഉപ്പ എന്നിങ്ങനെയില്ല. അതേപോലെ തന്നെ അല്ലാഹുവിനിക്ക് മക്കളുമില്ല എന്നുള്ളതാണ്. അല്ലാഹു ഒരുവൻ മാത്രമാണ്. നമ്മളെപ്പോലെയല്ല. നമ്മൾക്ക് ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, മക്കളുണ്ട്, ഫാമിലി ഉണ്ട്. പക്ഷേ അല്ലാഹു തആല ഒരുവൻ മാത്രമാണ് എന്നാണ് ഈ അർത്ഥം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനിക്ക് തുല്യനായി ഒരാളും ഇല്ല. അപ്പൊ അല്ലാഹുവിനിക്ക് തുല്യനായി അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിനെ പോലെ പിന്നൊരാൾക്കാകാൻ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് മുശ്രിക്കീങ്ങളായ ജനങ്ങൾക്ക് മറുപടി കൊടുത്തത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഇതില് പ്രതിപാദിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് ദൈനംദിനം നന്നായി പാരായണം ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിന്റെ 1/3 ഭാഗമാണെന്ന് മാത്രമല്ല, നമ്മൾക്ക് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിസതൈനി 3 സൂറത്തുകൾ ഓതി കയ്യിൽ ഓതുകയും ശരീരം മുഴുവനായി തടവിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ രാത്രി കിടന്നുറങ്ങേണ്ടത്. ആ രീതിയിൽ സൂറത്തുൽ ഇഖ്ലാസ് പതിവായി ഓതാൻ അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.